For our meditation, let us turn our Bibles to ഇന്നത്തെ 1 Corinthians chapter 1, verse 9. നമ്മുടെ ധ്യാനത്തിനായി കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കാം. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. God is faithful, by whom ye were called unto the fellowship of his Son, Jesus Christ our Lord. God is faithful. ദൈവം വിശ്വസ്തൻ. Faithfulness is his character. വിശ്വസ്തത അവന്റെ സ്വഭാവമാകുന്നു. He can't change himself. അവന് തന്നെ മാറ്റുവാൻ ഒരു നാളും കഴിയുകയില്ല. We have an unchanging God. നമുക്ക് മാറാത്ത ഒരു ദൈവമുണ്ട്. Though all things change, he will never change. സകലവും മാറിപ്പോയാലും അവൻ ഒരിക്കലും അവനെ തന്നെ മാറ്റുകയില്ല. Faithfulness, വിശ്വസ്തത, honesty or truthfulness is his outstanding character. സത്യം എന്നത് അവനെ തികച്ചും വ്യത്യസ്തനാക്കുന്ന സ്വഭാവമാകുന്നു. That is his excellent thing that we can trust upon, lean upon and hope upon. അവനിൽ കാണപ്പെടുന്ന വൈശിഷ്ട്യമായ ഒരു സ്വഭാവമാകുന്നു അത്. അതിൽ തന്നെ നമുക്ക് ചാരുവാനും അതിൽ തന്നെ പ്രത്യാശ വെക്കുവാനും അതിൽ തന്നെ ആശ്രയിപ്പാനും നമുക്ക് കഴിയും. It is beyond all our understanding and our imaginations. നമ്മുടെ സകല നിലവുകൾക്കും ജ്ഞാനത്തിനും അപ്പുറമായി ഇത് കാണപ്പെടുന്നു. When we think about faithfulness, many times according to our faithfulness we measure God's faithfulness. പലപ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തതയെ നമ്മുടെ വിശ്വസ്തയോട് തുലനം ചെയ്തിട്ടാകുന്നു നാം അളക്കാറുള്ളത്. Our faithfulness is toward one thing or toward someone, but not with everyone, with all things. നമ്മുടെ വിശ്വസ്തത നോക്കുമ്പോൾ ഒരു പ്രത്യേക വിഷയത്തിൽ അല്ലെങ്കിൽ ചില വ്യക്തികളോടാകുന്നു, എന്നാൽ സകലത്തോടും സകലരോടും നമുക്ക് വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നില്ല. But God's faithfulness, എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തതയോ it is towards his creation, അത് അവന്റെ സൃഷ്ടിയോടാകുന്നു, towards his creatures, അവന്റെ സൃഷ്ടികളോട്, towards his deeds, മാത്രമല്ല അവന്റെ പ്രവൃത്തികളോട്, towards his plan, അവന്റെ പദ്ധതിയോട്, towards his promise. അവന്റെ വാഗ്ദത്തങ്ങളോട്. His faithfulness is so great. അവന്റെ വിശ്വസ്തത ഏറ്റവും വലുത്. It is beyond all comprehension of human mind. അത് മനുഷ്യന്റെ ചിന്തയ്ക്ക് അതീതമായി കാണപ്പെടുന്നു. Even whole world stand on the faithfulness of God. മുഴുവൻ ലോകവും ദൈവത്തിന്റെ വിശ്വസ്തതയാൽ തന്നെ നിലകൊള്ളുന്നു. Because he can't change himself. അവന് തന്നെ മാറ്റുവാൻ കഴിയാത്തത് കൊണ്ട്. Because he is a faithful God, he keeps all things intact. Because of that, everything functions smoothly. അവൻ വിശ്വസ്ത ദൈവമാകുന്നത് കൊണ്ട് തന്നെ സകലതും അതിന്റെ നിലയ്ക്ക് നിർത്തുന്നു. അതിനാൽ തന്നെ ലോകം സുഗമമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. Even this evening time we sang about God's faithfulness or unchanging God. നാം ഈ വൈകുന്നേരവും പാട്ടുപാടിയല്ലോ ദൈവം മാറാത്തവനാകുന്നുവെന്നും അത് ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ചാകുന്നുവെന്നും. Even through prophecy, God once again established how he is faithful or unchanging. പ്രവചനത്തിലൂടെയും ദൈവം സ്ഥിരപ്പെടുത്തുകയുണ്ടായി എപ്രകാരം ദൈവം വിശ്വസ്തനാകുന്നു, എപ്രകാരം ദൈവം മാറാത്തവനാകുന്നു. From the very beginning till the end, we can see the faithfulness of God in the word of God. തിരുവചനത്തിൽ നോക്കുമ്പോൾ പ്രാരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നു. His name itself, faithfulness. അവന്റെ പേര് തന്നെ വിശ്വസ്തൻ എന്നാകുന്നു. In Revelation chapter 19:11 when we read, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം നാം വായിക്കുമ്പോൾ, I saw heaven open and behold white horse, he that sat upon him was called faithful and true. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. Yes, his name is faithful. അതെ, അവന്റെ പേർ തന്നെ വിശ്വസ്തൻ എന്നാകുന്നു. Just not a name, because it is his character. അത് വെറും ഒരു പേരെന്നല്ല, അത് അവന്റെ സ്വഭാവം കൂടിയാകുന്നു. Even in 3rd chapter 14th verse when we read, അതേ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം നാം വായിക്കുമ്പോൾ, unto him another name is given, he is a faithful and true witness. അവന് മറ്റൊരു പേര് അവിടെ കൊടുത്തിരിക്കുന്നു, അവൻ വിശ്വസ്തനും മാത്രമല്ല സത്യവാനുമായ സാക്ഷിയെന്ന്. From former eternity to later eternity he will remain faithful. അനാദി നിത്യത മുതൽ അനന്ത നിത്യത വരെ അവൻ വിശ്വസ്തനായി തന്നെ നിലകൊള്ളും. That is his nature, he can't change it. അതവന്റെ സ്വഭാവമാകുന്നു, അതിൽ നിന്ന് മാറുവാൻ അവന് കഴിയുകയില്ല. We have to understand this faithfulness, then our hope will increase, our faith will increase towards him. നാം അവന്റെ വിശ്വസ്തത മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ അവന്മേലുള്ള നമ്മുടെ പ്രത്യാശയും അവന്മേലുള്ള നമ്മുടെ ആശ്രയം വർദ്ധിക്കും. One side we have to be faithful and truthful to God. ഒരു വശത്ത് നാം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കണം, ദൈവത്തോട് സത്യവാന്മാരായി But കാണപ്പെടണം. before that we have to study his faithfulness. എന്നാൽ അതിനു മുൻപ് തന്നെ ദൈവത്തിന്റെ വിശ്വസ്തത നാം പഠിച്ചിരിക്കണം. And when we study his faithfulness, love toward him and faith toward him, that will abound.
നാം അവന്റെ വിശ്വസ്തത പഠിക്കുമ്പോൾ അവനോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ വിശ്വാസവും അത് വർദ്ധിച്ചു വരും. How much we acquaint ourselves with God, that much itself it will grow. നാം ദൈവത്തെ എത്രമാത്രം അടുത്തറിയുന്നുവോ അത്രത്തോളം അത് വളർച്ച പ്രാപിക്കുകയും In ചെയ്യും. Job chapter 22 verse 21 when we read, യോബിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം നാം വായിക്കുമ്പോൾ, this counsel is given, acquaint now thyself with him and be at peace, thereby good shall come unto thee. ഇപ്രകാരം ഒരു ആലോചന അവിടെ നൽകപ്പെടുകയാകുന്നു. നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. Yes, we have to acquaint, or we have to go along with him, then only we can peace with him, we can understand his character. അതെ, അവനോട് ഇണങ്ങി അവനോട് ഒത്തുചേർന്ന് അവനെ പരിചയപ്പെട്ടുകൊണ്ട് താൻ മുൻപോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് അവനോട് സമാധാനമായിരിക്കുവാനും അവനെ കുറിച്ച് അറിയുവാനും സാധിക്കുകയുള്ളൂ. How can you say my husband is faithful? എങ്ങനെയാകുന്നു എന്റെ ഭർത്താവ് വിശ്വസ്തനെന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നത്? It is not taught by anyone. അത് ആരെങ്കിലും നമ്മെ പഠിപ്പിച്ചതല്ല. It is not a lesson we learn. നാം ഏതെങ്കിലും പഠിച്ചൊരു പാഠവുമല്ല അത്. Or how can you say my wife is faithful to me? അല്ല എങ്കിൽ എന്റെ ഭാര്യ എന്നോട് വിശ്വസ്തതയുള്ളവൾ ആകുന്നുവെന്ന് എങ്ങനെ പറയുവാൻ That കഴിയും? is not a lesson taught to you. അത് ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചൊരു പാഠമല്ലല്ലോ. Or it is not a counseling given. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആലോചന ഉപദേശം തന്നതല്ലോ. Or from the very day you met, from the day by experience you say my wife is faithful or my husband is faithful. നിങ്ങൾ കണ്ട നാൾ മുതൽ എന്റെ ഭാര്യ എന്റെ ഭർത്താവ് വിശ്വസ്തതയുള്ളവൻ വിശ്വസ്തത എന്ന് പറയുന്നതിന് കാരണം അവരെ കുറിച്ച് ഉള്ള പരിചയം നിമിത്തമത്തെ അനുഭവം മൂലം മാത്രമേ. You test and tried. നിങ്ങൾ അതിനെ ശോധന ചെയ്തറിഞ്ഞു. In different circumstances, situations, when men changes, people change around. Your partner has not changed. Therefore you say she is faithful or he is faithful. വിവിധങ്ങളായ സാഹചര്യങ്ങൾ ജനങ്ങൾ മാറിയപ്പോൾ, ചുറ്റുമുണ്ടായവർ മാറിയപ്പോൾ നിങ്ങളുടെ പങ്കാളി മാറാതെ ഇരുന്നത് കൊണ്ടാകുന്നു അവൾ അല്ലെങ്കിൽ അവൻ വിശ്വസ്തതയുള്ളവൻ എന്ന് പറയുന്നത്. In thick and thin times they were with you. സുഖത്തിലും ദുഃഖത്തിലും അവർ നിങ്ങളോട് കൂടി ഉണ്ടായിരുന്നു. In up and downs they were with you. ഉയർച്ച താഴ്ചകൾ അവർ നിങ്ങളോട് കൂടി ഉണ്ടായിരുന്നു. Be tested and tried in different situations, then we boldly say, yes, he is faithful, she is faithful. വിവിധങ്ങളായ സാഹചര്യങ്ങൾ നാം നല്ലവണ്ണം പരീക്ഷിച്ച് ശോധന ചെയ്തു. എന്നിട്ട് നാം പറയുന്നു, അതെ അവർ വിശ്വസ്തതയുള്ളവർ. Even in Christian life, ക്രിസ്തീയ ജീവിതത്തിലും it is not always a smooth path. എപ്പോഴും സുഗമമായ ഒരു പാതയല്ലല്ലോ അത്. A word of God says, തിരുവചനം പറയുന്നു, God is faithful. ദൈവം വിശ്വസ്തൻ. He will not allow you to tempted beyond you are able to test it. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ അവൻ പരീക്ഷിപ്പാൻ നിങ്ങളെ അനുവദിക്കുകയില്ല എന്ന് തിരുവചനം നമ്മോട് പറയും. That much of problem he won't allow in your life. അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്ത തരത്തിൽ അതിന്മീതെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ തരികയില്ല. There hath no temptation taken you, but such is common unto man. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ. God is faithful, ദൈവം വിശ്വസ്തൻ. who will not suffer you to be tempted above that you are able. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കുകയില്ല. Yes, we can say the same thing. അതെ, നമുക്കും അപ്രകാരം തന്നെ പറയുവാൻ സാധിക്കും. All these years of our Christian life, he has permitted so many things in our life, but not permitted beyond our measure. ഈ ക്രിസ്തീയ ജീവിതത്തിൽ പലവിധമായ കാര്യങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു എങ്കിൽ തന്നെയും ഒരു കാര്യം സത്യമാകുന്നു, നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ അവൻ അനുവദിച്ചിട്ടില്ല. He has not suffered us to tempted above our measure. നമുക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിച്ചിട്ടില്ല. In every path he made a way to escape. എല്ലാ പാതയിലും അതിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു പൊക്കുവഴിയും അവൻ ഉണ്ടാക്കി. We went through sickness, നാം രോഗത്തിലൂടെ പോയി, weaknesses, നാം ബലഹീനതയിലൂടെ പോയി, and rejection, നാം തള്ളപ്പെടലിലൂടെ പോയി, reproach and shame. നിന്ദയും പരിഹാസത്തിലൂടെയും പോയി. Many paths we have gone, അനേക പാതകൾ നാം താണ്ടി. but in all the paths he had been faithful. എന്നാൽ സകല വഴികളും അവൻ വിശ്വസ്തനായിരുന്നു. He alone proved himself faithful. അവൻ മാത്രമാകുന്നു നമ്മോട് വിശ്വസ്തത ഉള്ളവനെന്ന് We put തെളിയിക്കപ്പെട്ടത്. our trust upon human being, നാം മനുഷ്യന്മേൽ ആശ്രയിച്ചു. our relations, friends and neighbors, നമ്മുടെ കുടുംബാംഗങ്ങളുമേലും ചാർച്ചക്കാരന്മേലും നമ്മുടെ അയൽവാസികളുടെ മേലും. but they turned unfaithful. എന്നാലോ അവർ അവിശ്വസ്തരെന്ന് തെളിയിച്ചു. But in this Christian walk, he never allowed him to be tested and proved as unfaithful. He remained faithful only. എന്നാൽ ഈ ക്രിസ്തീയ യാത്രയിലും ഒരിക്കലും നമുക്ക് സഹിക്കുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവൻ വിശ്വസ്തൻ എന്ന് In തെളിയിച്ചുകൊണ്ടിരുന്നു. Abraham's life, അബ്രഹാമിന്റെ ജീവിതത്തിൽ he had to walk through different paths. അനേക പാതകളിലൂടെ അവൻ നടക്കേണ്ടിയിരുന്നു. Even his prayer were not answered.
അവന്റെ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം ലഭിച്ചില്ല. Even God's promise were not fulfilled. ദൈവം അവന് കൊടുത്ത വാഗ്ദത്തവും നിറവേറ്റപ്പെട്ടില്ല. Our times passed by. കാലങ്ങൾ കടന്നുപോയി. But he knew one thing. എന്നാൽ അവൻ ഒരു കാര്യം അറിയാമായിരുന്നു. My God is faithful. എന്റെ ദൈവം വിശ്വസ്തൻ. My God is faithful. എന്റെ ദൈവം വിശ്വസ്തൻ. He promised he will fulfill that. അവൻ എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അവൻ അത് നിവർത്തിക്കും. He will never change. അവൻ ഒരു നാളും മാറിപ്പോകയില്ല. Surely it will come to pass. നിശ്ചയമായി അത് സംഭവിക്കുക തന്നെ ചെയ്യും. And that hope in his heart. ആ പ്രത്യാശ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. Enoch also walked with God. ഹാനോക്കും ദൈവത്തോടു കൂടെ നടന്നു. He was a family member. അവനൊരു കുടുംബസ്ഥനായിരുന്നു. In his life there were many needs and necessities. അവന്റെ ജീവിതത്തിലും പലവിധമായ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഉണ്ടായിരുന്നു. But God proved him as faithful unto him. എന്നാലോ ദൈവം തന്നെ അവന് വിശ്വസ്തനെന്ന് തെളിയിച്ചു And കൊടുത്തു. Moses also walked with God. മോശയും ദൈവത്തോടു കൂടെ നടന്നു. He stayed with God 40 days and 40 nights. 40 രാവും പകലും അവൻ ദൈവത്തോടു കൂടെ തങ്ങി. Finally he said, my God is faithful. ഒടുവിലായി അവനും പറയുന്നു, എന്റെ ദൈവം വിശ്വസ്തൻ. And that's why word of God says, taste and see how the Lord is faithful. അതുകൊണ്ടാകുന്നു തിരുവചനം നമ്മോട് ഇപ്രകാരം പറയുന്നത്, യഹോവ വിശ്വസ്തൻ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. Yes, we have to taste and see how the Lord is good. That means how faithful he is, that we have to taste and see. തിരുവചനം നമ്മോട് പറയുന്നുവല്ലോ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക എന്ന്. നല്ലവനെന്ന് പറയുമ്പോൾ എത്രത്തോളം അവൻ വിശ്വസ്തനെന്ന് നാം By രുചിച്ചറിയണം. experience only we can say. അനുഭവത്തിലൂടെ മാത്രമേ നമുക്കത് പറയാൻ And കഴിയുകയുള്ളൂ. when we say by experience, nothing can shake us. അനുഭവത്തിലൂടെ നാം പറയുമ്പോൾ ഒന്നിനും തന്നെ നമ്മെ കുലുക്കിക്കളയാൻ He has കഴിയില്ല. never allowed any evil. അവൻ ഒരു തിന്മയും അനുവദിച്ചിട്ടില്ല. Many times certain things happen as evil unto us. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിന്മയെന്ന് തോന്നുന്ന വിധം ചില കാര്യങ്ങൾ സംഭവിച്ചു. It is equally good unto our spiritual growth. എന്നാൽ അതോ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തുല്യമായ നിലയിൽ തന്നെ നന്മയായിരുന്നു. How joy, happiness and blessing is important, so is the trials and temptation which came on our way, that also equally important to prove God is faithful unto us. നമ്മുടെ ജീവിതത്തിലെ പ്രകാരം സുഖവും സന്തോഷവും കർത്താവ് നൽകിയോ അപ്രകാരം തന്നെ ദൈവം വിശ്വസ്തനെന്ന് തെളിയിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന രോഗങ്ങളും പരീക്ഷകളും അത് തത്തുല്യം പ്രധാനപ്പെട്ടതാകുന്നു. And his word is very faithful. അവന്റെ വചനം അത് In വിശ്വസ്തതയുള്ളതാകുന്നു. many places it is written, തിരുവെഴുത്തിൽ പല ഭാഗങ്ങളും അത് എഴുതിയിരിക്കുന്നു. especially in the 4 Gospels, it is verily, verily I say unto you. പ്രത്യേകാൽ 4 സുവിശേഷങ്ങളിലും ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. Verily I say unto you. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. Truly I say unto you. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. Like that, so many, even hundreds of verses there. അങ്ങനെ നൂറുകണക്കിനുള്ള വാക്യങ്ങളുണ്ട്. It is 100% true. അത് 100% സത്യം തന്നെ. In that there is no change at all. അതിൽ ഒരു മാറ്റവുമില്ല. He has said it will come to pass. അവൻ കൽപ്പിച്ചിരിക്കുന്നു, അത് നിവർത്തിയാകും So തീർച്ച. we can hold that word and persevere in spiritual life. അതുകൊണ്ട് തന്നെ ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് Because കഴിയുന്നു. he upholdeth all things through the word of his power. എന്തുകൊണ്ടെന്നാൽ അവന്റെ ശക്തിയുള്ള വചനത്താൽ തന്നെ അവൻ സകലത്തെയും താങ്ങുന്നു. How this world is standing, എങ്ങനെയാകുന്നു ഈ ലോകം നിൽക്കുന്നത്? in all creature and creation, how in its work it is continuing. എങ്ങനെയാകുന്നു സകല സൃഷ്ടികളും സൃഷ്ടിയും അതിന്റെ പ്രവൃത്തിയിൽ തന്നെ തുടർന്നു പോകുന്നത്? He has given a command. അവനൊരു കൽപ്പന കൊടുത്തിരിക്കുന്നു. And sun, you have to do like this. സൂര്യ നീ പ്രകാരം ചെയ്യണം. Oh moon, you have to do like this. ചന്ദ്ര നീ പ്രകാരം തന്നെ ചെയ്യണം. Even unto his wind and wave, he gives command, it obeys. തിരമാലകൾക്കും കാറ്റുകൾക്കും അവൻ കൽപ്പന കൊടുക്കുന്നു, അതും അവനെ അനുസരിക്കുന്നു. And because of that, even the whole works functionally very smoothly. അതുകൊണ്ട് തന്നെ അവന്റെ സകല പ്രവൃത്തികളും സുഗമമായി തന്നെ പ്രവർത്തിച്ചു വരുന്നു. Such a great God, ഇത്ര വലിയൊരു ദൈവം, he is faithful towards us. നമ്മോടും അവൻ വിശ്വസ്തനാകുന്നു. And what he says, എന്താകുന്നു അവൻ പറയുന്നത്? if you confess your sin, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ I am faithful to forgive you. ഞാൻ നിങ്ങളോട് ക്ഷമിപ്പാൻ തക്കവൻ വിശ്വസ്തനാകും. His faithfulness compels him to forgive all our sins. അവന്റെ വിശ്വസ്തത നമ്മുടെ പാപങ്ങളെയൊക്കെ നമ്മോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവനെ He നിർബന്ധിക്കുന്നു. that cometh unto me, no way I will cast him out. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. Because he is faithful. എന്തുകൊണ്ടെന്നാൽ അവൻ He വിശ്വസ്തനാകുന്നു. already promised. അവൻ ഇതിനോടകം തന്നെ വാഗ്ദത്തം You are not ചെയ്തിരിക്കുന്നു. exceptional. നിങ്ങൾ അതിലൊരു മാറ്റമുള്ളവനല്ല. And in his word, you and me are covered. ആ വചനത്തിൽ നിങ്ങളും ഞാനും ഉൾപ്പെട്ടിരിക്കുന്നു. So, whatever our burden, whatever our problem, we can go to him at any time. And from him we can find solution because he is faithful. അങ്ങനെ ആകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും എന്തു തന്നെയായിരുന്നാലും അവന്റെ അടുക്കലേക്ക് പോകുന്നുവെങ്കിൽ നമുക്കൊരു പരിഹാരം കാണുവാൻ കഴിയും. കാരണം അവൻ വിശ്വസ്തനാകൊണ്ട്. He is a faithful high priest. അവൻ വിശ്വസ്തനായ And മഹാപുരോഹിതനാകുന്നു. whatever our infirmity it may be, നമ്മുടെ ബലഹീനത എന്തു തന്നെയായിരുന്നാലും and we can go to him. നമുക്ക് അവന്റെ അടുക്കലേക്ക് പോകുവാൻ And കഴിയും. he is not such a high priest who cannot be tested with a feeling of our infirmities.
നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്ത മഹാപുരോഹിതനല്ല അവൻ. What a high priest he is. എപ്രകാരമുള്ള ഒരു മഹാപുരോഹിതനാകുന്നു അവൻ. In Hebrews chapter 2 verse 7 when we read, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നാം വായിക്കുമ്പോൾ, he was tested in all points, അവൻ സകലത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടു, yet sinless. എങ്കിലും പാപമില്ലാത്തവനായിരുന്നു. Such a high priest we have. അങ്ങനെ ഒരു മഹാപുരോഹിതനാകുന്നു നമുക്കുള്ളത്. 4th chapter 15th verse, we have not an high priest which cannot be touched with the feeling of our infirmities, but he was all points tempted like as we are, yet without sin. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്, എന്നിട്ടും പാപമില്ലാത്തവനായിരുന്നു. Such a great high priest we have, so we can go boldly unto him. ഇങ്ങനെ ഒരു മഹാപുരോഹിതനാകുന്നു നമുക്കുള്ളത്, അതുകൊണ്ട് ധൈര്യസമേതം അവരുടെ അടുക്കലേക്ക് പോകുവാൻ All കഴിയും. other Old Testament priests, they were unfaithful പഴയ നിയമത്തിൽ കാണപ്പെടുന്ന മഹാപുരോഹിതന്മാരൊക്കെയും അവിശ്വസ്തത because ഉള്ളവരായിരുന്നു. they were human beings. അവർ മനുഷ്യരാകൊണ്ട്. But this high priest, he is faithful because he is God himself. എന്നാലോ ഈ മഹാപുരുഷനെ നോക്കുക, അവൻ വിശ്വസ്തനാകുന്നു, കാരണം അവൻ ദൈവം തന്നെയാകുന്നു. His words are true and faithful. അവന്റെ വചനങ്ങളൊക്കെയും സത്യവും വിശ്വസ്തതയും ഉള്ളതാകുന്നു. His ways are true and faithful. മാത്രമല്ല അവന്റെ പാതകളൊക്കെയും വിശ്വസ്തതയും സത്യവും തന്നെ. In Revelation chapter 22:6 when we read, these sayings are faithful and true. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നാം വീണ്ടും വായിക്കുമ്പോൾ, ഈ വചനമൊക്കെയും വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. When we 100% believe this God, ഈ ദൈവത്തെ നാം 100% വിശ്വസിക്കുമ്പോൾ we can see his faithfulness everywhere. എല്ലായിടത്തും അവന്റെ വിശ്വസ്തതയെ കാണുവാൻ നമുക്ക് കഴിയുന്നു. How oxygen we can't see, but it is everywhere. എപ്രകാരം പ്രാണവായു എല്ലായിടത്തും ഉണ്ട് എങ്കിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയാതെ പോലെ God is there, his faithfulness is there, but we don't see that. ദൈവം അവിടെയുമുണ്ട്, അവന്റെ വിശ്വസ്തതയുമുണ്ട്, എന്നാലോ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. Because of that oxygen only we live, ഓക്സിജൻ നിമിത്തമാകുന്നു നാം ജീവിക്കുന്നത്, or because of his faithfulness we live. അല്ലെങ്കിൽ അവന്റെ വിശ്വസ്തത മൂലം നാം ജീവിക്കുന്നു. In this time you may ask, ഈ സമയത്ത് നിങ്ങൾ ഇപ്രകാരം ചോദിച്ചേക്കാം, some are dying. ചിലരൊക്കെ മരിക്കുന്നുവല്ലോ, Without getting oxygen they are dying. ഓക്സിജൻ കൂടാതെ അവർ മരിക്കുന്നുവല്ലോ. Because of sickness they are dying. അവർ രോഗം മൂലം മരിക്കുന്നുവല്ലോ. And because of that virus they are dying. വൈറസ് മുഖാന്തരമായി മരിക്കുന്നുവല്ലോ. That sin enter in their life, പാപം അവരുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നു, and that takes their life. അത് അവരുടെ ജീവിതത്തെ തന്നെ അപഹരിക്കുന്നു. Or sin is like a virus. അല്ല എങ്കിൽ പാപം ഒരു വൈറസ് പോലെയാകുന്നു. It doesn't allow to breathe that oxygen, that God's faithfulness. ആ ഓക്സിജൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തതയെ ശ്വസിപ്പാൻ തക്കവണ്ണം പാപമാകുന്ന വൈറസ് സമ്മതിക്കുന്നില്ല. And that's why in sin people are dying. അതുകൊണ്ടാകുന്നു പാപത്തിൽ ജനങ്ങൾ മരിക്കുന്നത്. And God calls everyone, ദൈവം എല്ലാവരെയും വിളിക്കുന്നു, come unto me. വരിക, എന്റെ അടുക്കൽ വരിക. And he said, you are not coming unto me to take life from me. എന്നിൽ നിന്നും ജീവൻ എടുപ്പാനല്ല നിങ്ങൾ വരുന്നത്, And you are not coming that you may receive life from me. എന്നിൽ നിന്ന് ജീവൻ പ്രാപിപ്പാൻ അല്ല നിങ്ങൾ എന്റെ അടുക്കൽ വരുന്നത്. They came to Jesus just for healing and deliverance. അവർ യേശുവിന്റെ അടുക്കൽ രോഗസൗഖ്യത്തിനും വിടുതലിനും മാത്രമായിട്ടാകുന്നു വന്നത്. When we come to Jesus, എന്നാലോ നാം യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ he gives life. അവൻ ജീവൻ He തരുന്നു. is the bread of life. അവൻ ജീവന്റെ He is അപ്പമാകുന്നു. the water of life. അവൻ ജീവജലമാകുന്നു. He is the breath of life. മാത്രമല്ല ജീവശ്വാസവുമാകുന്നു. Through him only we live, move and have our being, the word of God says. തിരുവചനം പറയുന്നല്ലോ, അവനിലൂടെ ആകുന്നു നമുക്ക് ജീവനുള്ളത്, ചരിക്കുന്നതും ആയിരിക്കുന്നതും. His faithfulness is the light which is around us. അവന്റെ വിശ്വസ്തത നമ്മുടെ ചുറ്റുമുള്ള വെളിച്ചം പോലെയാകുന്നു. If I close my eyes, എന്റെ കണ്ണ് ഞാൻ I അടയ്ക്കുന്നുവെങ്കിൽ don't see light. ഞാൻ വെളിച്ചത്തെ കാണുന്നില്ല. Because doesn't mean there is no light at all. എന്നാൽ അതിന്റെ അർത്ഥം വെളിച്ചം ഇല്ലേ ഇല്ല എന്നല്ല. If I close my eyes, എന്റെ കണ്ണ് ഞാൻ അടയ്ക്കുന്നുവെങ്കിൽ I am denying this light. ഞാൻ ഈ വെളിച്ചത്തെ നിഷേധിക്കുന്നു. But light is there. എന്നാൽ വെളിച്ചമുണ്ടല്ലോ. And if I don't breathe, എന്നാൽ ഞാൻ ശ്വസിക്കുന്നില്ല എങ്കിൽ oxygen is there. അവിടെ പ്രാണവായു ഓക്സിജൻ ഉണ്ട്. But I don't breathe. എന്നാലോ ഞാൻ ശ്വസിക്കുന്നില്ല. Because I don't breathe, I don't see light or oxygen doesn't go away from me. ഞാൻ കാണാത്തത് കൊണ്ട്, ഞാൻ ശ്വസിക്കാത്തത് കൊണ്ട് ഓക്സിജനോ അല്ലെങ്കിൽ വെളിച്ചമോ എന്നിൽ നിന്ന് പോകുന്നില്ല. In the same way, അതേപോലെ around us always that light is there, that life is there, or that faithfulness of God is there. നമ്മുടെ ചുറ്റും എപ്പോഴും പ്രകാശവും ജീവനുമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എപ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട്. In the book of Romans chapter 3 verse 3 when we read, റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, here about God's faithfulness it is written, ഇവിടെ ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, for what if some did not believe, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ
shall their unbelief make the faith of God without effect? അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? Yes, in Tamil translation, Malayalam translation, faithfulness it is written. അതെ, തമിഴിലും മലയാളം പരിഭാഷയിലും വിശ്വസ്തത എന്ന് എഴുതിയിരിക്കുന്നു. If some don't believe, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ will it affect the faithfulness of God? ആ അവിശ്വാസം ദൈവത്തിന്റെ വിശ്വസ്തതയെ ബാധിക്കുമോ? If I don't believe God, ഞാൻ ദൈവത്തെ if വിശ്വസിക്കുന്നില്ല, I don't believe the faithfulness of ഞാൻ God, ദൈവത്തിന്റെ വിശ്വസ്തതയെ വിശ്വസിക്കുന്നില്ല എങ്കിൽ God will be faithful ദൈവം വിശ്വസ്തൻ തന്നെയായിരിക്കും. because he can't deny himself. എന്തുകൊണ്ടെന്നാൽ തന്നെ തന്നെ നിഷേധിപ്പാൻ അവന് He is കഴിയുകയില്ല. genuine. He stands in his faithfulness. അവൻ സത്യവാൻ, അവൻ അവന്റെ വിശ്വസ്തത നിലകൊള്ളുന്നു. And in verse 4, 4-ാം വാക്യത്തിൽ God forbid, ഒരു നാളുമില്ല, yea, let God be true, but every man a liar. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. As it is written, ഇപ്രകാരം എഴുതിയിരിക്കുന്നത് പോലെ thou mightest be justified in thy sayings and mightest overcome when the word judged. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും. Yes, for God also there is a judgment. അതെ, ദൈവത്തെ സംബന്ധിച്ചും ഒരു ന്യായവിധിയുണ്ട്. Or there is a question hour for God. അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിക്കും ചോദ്യം ചോദിക്കുന്ന ഒരു വേളയുണ്ട്. He is ready to answer all questions. സകല ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ അവൻ തയ്യാറുള്ളവൻ. He can't do anything and go away. ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് വെറുതെ ചെയ്ത് അങ്ങ് പോകുവാൻ കഴിയില്ല. Because he is faithful, അവൻ വിശ്വസ്തനാകൊണ്ട് he is responsible to give answer. അവൻ ഉത്തരം തരുവാൻ ഉത്തരവാദിയാകുന്നു. Now many they ask question. ഇപ്പോൾ പലരും ചോദ്യം ചോദിക്കുന്നു, They have challenging God. ദൈവത്തെ വെല്ലുവിളിക്കുന്നു, They are doubting God. ദൈവത്തെ സംശയിക്കുന്നു, They are asking question from the word of God. തിരുവചനത്തിൽ നിന്ന് സംശയങ്ങൾ ചോദിക്കുന്നു. Why God is doing like this? എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ Why ചെയ്യുന്നു? God permitted this? എന്തുകൊണ്ട് ദൈവം ഇത് Why? അനുവദിച്ചു? Why? എന്തുകൊണ്ട് എന്തുകൊണ്ട് So എന്തുകൊണ്ട് many whys are there. അനേക എന്തുകൊണ്ടെന്ന ചോദ്യമുണ്ട്. But dear child of God, എന്നാൽ പ്രിയ ദൈവത്തിലെ our God is faithful. നമ്മുടെ ദൈവം വിശ്വസ്തൻ. When we ask question, നാം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ he is ready to give answer. അവൻ ഉത്തരം തരുവാൻ തയ്യാറുള്ളവൻ. That is what this word says. അതാകുന്നു ഈ വചനം നമ്മോട് പറയുന്നത്. That thou mightest be justified in thy sayings നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും and mightest overcome when the word judged. നിന്റെ ന്യായവിസ്താരത്തിൽ നീ ജയിപ്പാനും. When he opened his mouth, അവൻ അവന്റെ വായ് തുറക്കുമ്പോൾ, when he give answer, അവൻ ഉത്തരം തരുമ്പോൾ no one can resay or no one can gainsay or reply unto him. ആർക്കും അവനോട് അതിന് ബദലായി ഒരു ഉത്തരം കൊടുപ്പാനോ എതിർത്ത് സംസാരിപ്പാനോ കഴിയുകയില്ല. And that much his words will be powerful. അത്രത്തോളം അവന്റെ വചനത്തിന് ശക്തി ഉണ്ടാകും. And that much it will be full of evidence. അത്രത്തോളം തെളിവ് സഹിതം അവൻ ഉത്തരം തരും. It will be full of truth. അത് സത്യം നിറഞ്ഞതായിരിക്കും. And now we can ask any questions. ഇപ്പോൾ നമുക്ക് ഏത് ചോദ്യം അവനോട് ചോദിക്കാം. Because our life is not open unto others. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവരെ സംബന്ധിച്ച് പൂർണ്ണമായി തുറക്കപ്പെട്ട നിലയിലല്ല. And we say, why this sickness? നാം ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ രോഗം, Why this problem? ഈ പ്രശ്നം എന്തുകൊണ്ട്, And why this has happened? എന്തുകൊണ്ട് ഈ ശാപം സംഭവിച്ചു? I am very true. ഞാൻ I am സത്യവാനാകുന്നുവല്ലോ. 100% true. ഞാൻ 100% സത്യവാൻ. Many times they say themselves as true, God is liar. പലപ്പോഴും മനുഷ്യർ തങ്ങളെ തന്നെ സത്യവാനെന്നും ദൈവം ഭോഷ്ക് പറയുന്നവനെന്നും പറയുന്നു. But when God arrives, എന്നാൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ if anyone have any question, ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചോദ്യമുണ്ടെങ്കിൽ, any type of question, ഏത് തരത്തിൽ under the ചോദ്യമായിക്കൊള്ളട്ടെ, sun, any question they can ask, ഏത് ചോദ്യം അവനോട് ചോദിപ്പാൻ കഴിയും. all wickedness will stop its mouth. എല്ലാ ദുഷ്ടതയും അവന്റെ വായ് അടച്ചുകൊള്ളും. All wicked people will stop their mouth. എല്ലാ ദുഷ്ടന്മാരുടെ വായ് അടഞ്ഞു പോകും. Such a way, he will answer all questions. അങ്ങനെയുള്ള രീതിയിൽ തന്നെ അവൻ സകലത്തിനും ഉത്തരം കൊടുക്കും. Because his works are faithful. എന്തുകൊണ്ടെന്നാൽ അവന്റെ പ്രവൃത്തികൾ He വിശ്വസ്തതയുള്ളതാണ്. knows what he does. അവൻ നന്നായി അറിയുന്നു അവൻ എന്ത് ചെയ്യുന്നുവെന്ന്. And he knows what he permits. അവൻ എന്ത് അനുവദിക്കുന്നുവെന്ന് നന്നായി അറിയുന്നു. He is all wise God. അവൻ സകലജ്ഞാനിയായ ദൈവം. We are just like a dust and ashes before him. അവന്റെ മുൻപിലോ നാം പൊടിയും വെണ്ണീറും പോലെ അത്രേ. But he is faithful in his word. Therefore, he is very much silent. അവന്റെ വാക്കുകളിൽ അവൻ വിശ്വസ്തനാകുകൊണ്ട് അവൻ എത്രത്തോളം നിശബ്ദനായിരിക്കുന്നു. My unbelief will not make the faithfulness of God none effect. എന്റെ അവിശ്വാസമോ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല. Unto Adam God said, ആദമിനെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു, thou shalt be fruitful and multiply and replenish the earth. നീ സന്താനപുഷ്ടിയുള്ളവനായി നീ ഭൂമിയിലെങ്ങും നിറയും. In first chapter 28 verse when we read, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം നാം വായിക്കുമ്പോൾ, when God created first man, ഒന്നാം മനുഷ്യനായ ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ God said, ദൈവം പറഞ്ഞു, be fruitful, multiply and replenish the earth. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞുകൊള്ളുക. After that he sinned. അതിനുശേഷമോ അവൻ പാപം ചെയ്തു. Because of that he did not withdraw his faithfulness. എന്നാൽ അത് നിമിത്തം അവന്റെ വിശ്വസ്തതയെ ദൈവം മാറ്റിക്കളഞ്ഞില്ല. God said, according to his word, it is happening now.
ദൈവം പറഞ്ഞതിനനുസരിച്ച് അവന്റെ വാക്കുപ്രകാരം ഇപ്പോൾ സംഭവിക്കുന്നു. All his gifts and callings are without repentance. അവന്റെ വിളിയും അവന്റെ ദാനങ്ങളും അവൻ അതിനെക്കുറിച്ച് ഒരു നാളും മനസ്താപപ്പെടുന്നില്ല. In Romans chapter 11 verse 27-29 when we read, റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, for the gift and the calling of God are without repentance. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും അവന്റെ വിളിയും കുറിച്ച് അവൻ മനസ്താപപ്പെടുന്നില്ല. Yes, he never repent or never think about what I have promised. I have to withdraw it back. ഞാൻ എന്ത് അവന് വാഗ്ദത്തം ചെയ്തുവോ ഞാൻ ഇപ്പോൾ അത് തിരിച്ചു വിളിക്കണമോ അല്ലെങ്കിൽ മാറ്റിക്കളയണമോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഒരു നാളും അതിനെക്കുറിച്ച് മനസ്താപപ്പെടുന്നില്ല. If we do any work, നാം ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ, when we start it, നാം അത് ആരംഭിക്കുമ്പോൾ if there any mistake happens, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റൽ സംഭവിച്ചാൽ, and we look left and right and we put it in the dustbin, we start once again. നാം ഇടത്ത് വലത്ത് നോക്കുന്നു, ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ചവറ്റുകൊട്ടയിലിടുന്നു, വീണ്ടും പ്രവൃത്തി ആരംഭിക്കുന്നു. Why? എന്തുകൊണ്ട്? Nobody knows it. ആരും അത് അറിയുന്നില്ല. This is the right time to correct. ഇത് തന്നെയാകുന്നു തക്ക സമയം. Even in the middle of the work, പ്രവൃത്തിയുടെ മധ്യയിലും or even end of the work, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ അവസാനത്തെങ്കിലും many times we put it in a garbage, once again we start. പലപ്പോഴും നാം ചവറ്റുകൊട്ടയിൽ ഇട്ട് കളയുന്നു, വീണ്ടും പ്രവൃത്തി ആരംഭിക്കുന്നു. Why? എന്തുകൊണ്ട്? We don't want to show it to others. മറ്റുള്ളവർക്ക് നാം അത് കാണിപ്പാൻ As a ആഗ്രഹിക്കുന്നു. perfect one we have to show. പൂർണ്ണതയുള്ളതായി അതിനെ കാണിപ്പാൻ നാം For ആഗ്രഹിക്കുന്നു. look into God, എന്നാൽ ദൈവത്തെ നോക്കുക. he started his work. അവൻ അവന്റെ പ്രവൃത്തി ആരംഭിച്ചു. He created first man. അവൻ ഒന്നാം മനുഷ്യനെ സൃഷ്ടിച്ചു. It was the beginning. അത് പ്രാരംഭമായിരുന്നു. There itself went wrong. എന്നാൽ അവിടെ തന്നെ അത് തെറ്റിപ്പോയി. As if everything collapsed. സകലവും തീർന്നതുപോലെ And നശിപ്പിക്കപ്പെട്ടതുപോലെ. he would have cancelled him. അവന് വേണമെങ്കിൽ അതൊക്കെ He would റദ്ദാക്കാം. have killed and started a new work. വേണമെങ്കിൽ അവനെ കൊന്നുകളഞ്ഞ് പുതിയ പ്രവൃത്തി And ആരംഭിക്കാം. he would have created other new generation. വേറൊരു തലമുറയെ തന്നെ അവന് വേണമെങ്കിൽ സൃഷ്ടിക്കാം. He had abundance of spirit. അവന് ആത്മാവിന്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. And he did not create another Adam. എന്നാൽ മറ്റൊരു ആദാമിനെ അവൻ സൃഷ്ടിച്ചില്ല. Through him only to establish his righteousness, God continued that. അവന്റെ നീതിയെ അവനിൽ കൂടെ തന്നെ സ്ഥിരപ്പെടുത്തേണ്ടതിന് ദൈവം തന്റെ പ്രവൃത്തി തുടർന്നു. Yes, dear child of God. അതേ പ്രിയ ദൈവ ഇതിലേ, Our God is faithful because he has called and he never repented in that. അതേ നമ്മുടെ ദൈവം വിശ്വസ്തനാകൊണ്ടും അവൻ നമ്മെ വിളിച്ചതുകൊണ്ടും അവൻ അതിനെക്കുറിച്ച് മനസ്താപപ്പെടാത്തത് കൊണ്ടും അവന്റെ പ്രവൃത്തി In തുടർന്നു. your life, many unfaithfulness might have come. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ അവിശ്വസ്തകൾ സംഭവിച്ചു, Lackness might have come. കുറവുകൾ സംഭവിച്ചു Or കാണും, shortcomings might have come. ന്യൂനതകൾ സംഭവിച്ചു കാണും, Backslidings might have come. പിന്മാറ്റങ്ങൾ സംഭവിച്ചു You കാണും. may think, നിങ്ങൾ ഇപ്രകാരം ചിന്തിച്ചേക്കാം, God may cast me out anytime. ഏത് നിമിഷം എന്റെ ദൈവം എന്നെ പുറന്തള്ളിയേക്കാം, God may choose another person. മറ്റൊരു വ്യക്തിയെ ദൈവം In തിരഞ്ഞെടുത്തേക്കാം, my place, God may replace by another person. എന്റെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയെ കൊണ്ട് വെച്ചേക്കാം. If God is unfaithful, that will happen. ദൈവം അവിശ്വസ്തനെങ്കിൽ അങ്ങനെ സംഭവിക്കും. And God is faithful, that's why he won't cast you off till this time. എന്നാൽ ദൈവം വിശ്വസ്തനാകൊണ്ടാകുന്നു ഇതേ സമയം വരെ നിങ്ങളെ He തള്ളിക്കളയാതിരിക്കുന്നു. has not cast out Adam and Eve, he will not cast you out also. ആദമിനെയും ഹവ്വയെയും ദൈവം തള്ളിക്കളയുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മയും അവൻ In തള്ളിക്കളയുകയില്ല. Deuteronomy chapter 7 verse 9 when we read, ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നാം വായിക്കുമ്പോൾ, know therefore that the Lord thy God, he is God, he is faithful God. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം അല്ലെങ്കിൽ വിശ്വസ്ത ദൈവം എന്ന് നീ He അറിയണം. keepeth covenant. അവൻ ഉടമ്പടിയെ പാലിക്കുന്ന ദൈവം. Yes, he is God, he is faithful God. അതേ, അവൻ ദൈവമാകുന്നു, അവൻ വിശ്വസ്ത ദൈവമാകുന്നു. He is not a man to change his mind. അവൻ അവന്റെ മനസ്സിനെ മാറ്റുവാൻ തക്കവണ്ണം ഒരു മനുഷ്യനല്ല. He can't reverse his word. അവൻ വായിൽ നിന്ന് പറഞ്ഞ വചനത്തെ അവന് മാറ്റിക്കളവാൻ കഴിയുകയില്ല. If you turn the book of Psalms 89, 89-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, unto David he promised in his faithfulness. ദാവീദിനോട് തന്റെ വിശ്വസ്തതയിൽ ദാവീദിനോട് വാഗ്ദത്തം ചെയ്തു. In many places God's faithfulness it is written. അനേക ഇടങ്ങളിൽ ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് In പറഞ്ഞിരിക്കുന്നു. verse 2, 1, 5, 8, like that so many verses this God's faithfulness is written. 1-ാം വാക്യത്തിലും 2-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും ഒക്കെ വിശ്വസ്തതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Why it is written? എന്തുകൊണ്ട് ഇപ്രകാരം എഴുതിയിരിക്കുന്നു? To show us how he is truthful and faithful unto him till this hour. ഇതേ നിമിഷം വരെ എത്രത്തോളം വിശ്വസ്തൻ സത്യവാനായിരുന്നു അവനെന്ന് നമ്മെ കാണിപ്പാൻ. Till city of David is there. ഇപ്പോഴും ദാവീദിന്റെ നഗരമുണ്ടല്ലോ, Throne of David is there. ദാവീദിന്റെ സിംഹാസനമുണ്ട്, Star of David is there. ദാവീദിന്റെ നക്ഷത്രമുണ്ട്, Key of David is there. ദാവീദിന്റെ താക്കോലുണ്ട്. Like that so many things related with David, still it is there. ഇപ്പോഴും ദാവീദിനോട് ബന്ധപ്പെട്ട അനേക വിഷയങ്ങൾ ഇപ്പോഴും നിലകൊള്ളുന്നു. Still there is a name for David. ഇപ്പോഴും
ദാവീദിന് ഒരു പേരുമുണ്ട്. And once upon a time, God promised, but that promise is continuing till this hour. അനേക നാളുകൾക്ക് മുമ്പ് ദൈവം അവന് വാഗ്ദത്തം കൊടുത്തു. ആ പേരിപ്പോഴും തുടർമാനമായി കാണപ്പെടുന്നു. Dear child of God, പ്രിയ ദൈവമൈതലേ, let us all think about God's faithfulness. ദൈവത്തിന്റെ വിശ്വസ്തയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാം. About God's faithfulness in Hebrews it is written, എബ്രായ ലേഖനത്തിലും ദൈവത്തിന്റെ വിശ്വസ്തയെ കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. Sarah believed God's faithfulness. സാറ ദൈവത്തിന്റെ വിശ്വസ്തയെ വിശ്വസിച്ചു. What she told, എന്താകുന്നു അവൾ പറയുന്നത്? my God is faithful. എന്റെ ദൈവം വിശ്വസ്തൻ. My God is faithful. എന്റെ ദൈവം വിശ്വസ്തൻ. Abraham said, my God is faithful. അബ്രഹാം പറയുന്നു, എന്റെ ദൈവം വിശ്വസ്തൻ. Therefore in her past age, she received strength. അതുകൊണ്ട് അവൾക്ക് വയസ്സായിട്ടും പ്രസവിപ്പാനുള്ള ശക്തി ലഭിച്ചു. When she believed God, his faithfulness, she received a new strength. അവൾ ദൈവത്തിന്റെ വിശ്വസ്തയെ വിശ്വസിച്ചപ്പോൾ അവൾക്ക് ഒരു പുതിയ ബലം കിട്ടി. Let us also say, നമുക്കും പറയാം, my God who promised me is faithful. എന്നോട് വാഗ്ദത്തം ചെയ്ത എന്റെ ദൈവം വിശ്വസ്തൻ. Let us all stand in the presence of God. ദൈവസനെ നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് Dear നിൽക്കാം. child of God, പ്രിയ ദൈവമൈതലേ, you may have many unfaithfulness. നമുക്ക് പലവിധമായ അവിശ്വസ്തകൾ ഉണ്ടായിരിക്കാം. We want to be faithful, വിശ്വസ്തനായിരിക്കാൻ നമുക്ക് but ആഗ്രഹമുണ്ട്. we are weak. എന്നാലോ നാം ബലഹീനരത്രേ. But faithful God is holding us up. എന്നാലോ വിശ്വസ്തനായ ദൈവം നമ്മെ പിടിക്കുന്നു. We are breathing him നാം അവനെ ശ്വസിക്കുന്നു. and we are living in him. നാം അവനോടുകൂടി We ജീവിക്കുന്നു. are in his hands നാം അവന്റെ കരങ്ങളിലാകുന്നു. and we are under his wings. മാത്രമല്ല അവന്റെ ചിറകിന് കീഴിൽ നാം He will കാണപ്പെടുന്നു. make us faithful. അവൻ നമ്മെ വിശ്വസ്തരാക്കും. Let us all ask that grace ആ കൃപയ്ക്കായി നമുക്ക് to യാചിക്കാം. walk with God, ദൈവത്തോടുകൂടെ to നടപ്പാൻ, be with God. ദൈവത്തോടുകൂടെ In ആയിരിക്കാൻ, eternity, be with that faithful God. നിത്യതയിൽ ആ വിശ്വസ്ത ദൈവത്തോടുകൂടെ ആയിരിക്കാൻ Let God make us faithful. ദൈവം നമ്മെ വിശ്വസ്തരാക്കി മാറ്റട്ടെ. Again and again, to think about faithfulness of God, we have to praise God. ആവർത്തിച്ച് ദൈവത്തിന്റെ വിശ്വസ്തയെ കുറിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം നാം ദൈവത്തിന് Then in സ്തോത്രം our life ചെയ്യണം. also that faithfulness will be reflected. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ വിശ്വസ്തത പ്രതിബിംബിക്കപ്പെടും. Let us all surrender ourselves. May the Lord help us. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. വാഗ്ദത്തങ്ങൾ ചെയ്തവൻ വാക്കുമാറാതവൻ ഇന്നുമെന്നോ വാഗ്ദത്തങ്ങൾ ചെയ്തവൻ വാക്കുമാറാതവൻ ഇന്നുമെന്നോ വിശ്വസ്തനാണല്ലോ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണല്ലോ എന്നെ വിളിച്ചവൻ വീഴാതെ സൂക്ഷിപ്പാ വല്ലവൻ തന്നെ വീഴാതെ സൂക്ഷിപ്പാ വല്ലവൻ തന്നെ വാഗ്ദത്തങ്ങൾ ചെയ്തവൻ വാക്കുമാറാതവരിന്നുമെന്നോ വാഗ്ദത്തങ്ങൾ ചെയ്തവൻ വാക്കുമാറാത്തവരിന്നുമെന്നോ വിശ്വസ്തനാണല്ലോ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണല്ലോ എന്നെ വിളിച്ചവൻ വീഴാതെ സൂക്ഷിപ്പാൻ വല്ലവൻ തന്നെ വീഴാതെ സൂക്ഷിപ്പാൻ വല്ലവൻ തന്നെ വിശ്വസ്തനാണല്ലോ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണല്ലോ എന്നെ വിളിച്ചവൻ വീഴാതെ സൂക്ഷിപ്പാൻ വല്ലവൻ തന്നെ വീഴാതെ സൂക്ഷിപ്പാൻ വല്ലവൻ തന്നെ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണല്ലോ വീഴാതെ സൂക്ഷിപ്പാൻ വല്ലവൻ തന്നെ വീഴാതെ സൂക്ഷിപ്പാൻ വല്ലവൻ തന്നെ Our God is faithful, Father. Let's all praise him. നമ്മുടെ ദൈവം വിശ്വസ്തനാകൊണ്ട് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. He is unchanging, Father. Let's praise him. അവൻ മാറാത്തവൻ, അതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord.
unto the coming of the Lord, God must prepare us. And to prepare us, He is faithful. Father, let's praise Him. കർത്താവിന്റെ വരവിനായി ദൈവം നമ്മെ ഏവരെയും ഒരുക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാകിയാൽ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Giving all glory, honor and praise to triune God, and triune God only shall we all praise Him. ത്രിയേക ദൈവത്തിന് തന്നെ സകല മാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. நேசிக்க நல்ல ஆண்டவரே, இந்த வேலை தந்தபடினாலும் நன்றியோடு துதிக்கிறோம், ஸ்தோத்திரிக்கிறோம் சுவாமி. கடந்த நாட்களாக கர்த்தாவே நீர் எங்களுக்கும் என்றென்றுக்கும் நல்லவர், வல்லவர், எல்லாவற்றுக்கும் எல்லாமா இருந்தபடினாலும் நன்றியோடு துதிக்கிறோம், ஸ்தோத்திரிக்கிறோம் ஆண்டவர். இந்த ஆறாம் தொடக்கம் தன் முடிவரை ஆவியானவரை பொறுப்படுத்தப்பட்ட ஸ்தோத்திரம். பாட்டுப்பாடி தேவசம் சந்தோஷம் தந்த கிருபை காயமை நன்றியோடு துதிக்கிறோம், ஸ்தோத்திரிக்கிறோம் ஆண்டவரே. நீர் பேசி நல்ல வார்த்தை காயமை நன்றியோடு துதிக்கிறோம், ஸ்தோத்திரிக்கிறோம் ஆண்டவரே. தேவன் உண்மை உள்ளவராக இருக்கிறார் என்று கர்த்தர் வார்த்தை முன்மா கர்த்தர் எங்களோடு பேசினபடினாலும் நன்றியோடு துதிக்கிறோம் ஆண்டவரே. நாங்கள் எல்லா மனுஷருதாவே உண்மை உள்ளவராக இருந்தது இல்லை ஆண்டவரே. ஆனாலும் ஆண்டவரே நீர் உம்முடைய சிருஷ்டிக்கத்தாவே உண்மை உள்ளவராக இருக்கிறது போல தாவே உம்முடைய சுபாவம் உம்முடைய நாமம் உண்மையா இருக்கிறபடினாலும் நன்றியோடு துதிக்கிறோம், ஸ்தோத்திரிக்கிறோம் சுவாமி. ஆபிரகாம் தாவே தேவனோடு ஐக்கியமாக இருந்த தேவன் உண்மை உள்ளவர் என்று கத்தாவே அறிந்தது போல கத்தாவே, வாக்குத்தத்தத்துக்கு தேவன் உண்மை உள்ளவர் என்று அறிந்தது போல கத்தாவே நாங்களும் தேவனோடு ஐக்கியமா இருக்க கத்தர் எங்களுக்கு விசேஷமான கிருபை தர வேண்டுமா ஜெபிக்கிறோம் ஆண்டவரே. ஏனோக்கு தேவனோடு நடந்து கத்தாவே தேவன் உண்மை உள்ளவர் என்று அறிந்தது கொண்டு கத்தாவே நாங்களும் தேவனோடு கத்தாவே நடக்க எங்களுக்கு விசேஷமான கிருபை தர வேண்டுமா ஜெபிக்கிறோம் சுவாமி. மோசே தேவனோடு இருந்தது கத்தாவே தேவன் உண்மை உள்ளவர் என்று அறிந்தது போல கத்தாவே நாங்களும் தேவனோடு இருக்க கத்தர் எங்களுக்கு விசேஷமான கிருபை தர வேண்டுமா ஜெபிக்கிறோம் ஆண்டவரே. நீ எங்களுக்கு வந்ததான கஷ்டங்கள் நஷ்டங்கள் எல்லாவற்றிலும் கத்தாவே நீக்கு போக்கு உண்டாக்குற தேவனா இருக்கிறபடினாலும் நன்றியோடு துதிக்கிறோம், ஸ்தோத்திரிக்கிறோம் ஆண்டவரே. இம்மையில மாத்திரம் ஆண்டவரே இல்ல மறுமையில கூட கத்தாவே நீ உண்மை உள்ளவராக இருக்கிறபடினாலும் நன்றியோடு துதிக்கிறோம், ஸ்தோத்திரிக்கிறோம். நாங்கள் எல்லோரும் போகிறோம் தேவ சமூகங்களுக்கும் அனுப்பப்பட்ட எங்களை தாத்தவரை காத்தப்படுத்தும் இயேசு கிறிஸ்து கேட்கிற நல்ல பிதாவே. Amen. Praise the Lord, 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 praise the Lord. Now may the grace of the Lord Jesus, the love of Father, and the sweet fellowship of the Holy Spirit rest and abide with us all, now and until Jesus Christ returns in His glory. Amen. Hallelujah. 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 Praise the Lord. May God bless you.